ഓർക്കാപ്പുറത്ത് അടിമേടിച്ചു കൂട്ടുകയാണ് കേന്ദ്രം. പല സംസ്ഥാനങ്ങളെ കടക്കണിയിലേക്ക് തള്ളിവിടുമ്പോഴും കേന്ദ്രം അതിനും വലിയ ബാധ്യതയിലേക്ക് കടക്കുകയാണ്. ഒരു ചൊല്ലുണ്ടല്ലോ, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന്. അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ, മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കുള്ള പ്രവേശനക്ഷമതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് 155ഓളം സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ് വികലാംഗ ചീഫ് കമ്മീഷണർ കോടതി. മിക്ക കേന്ദ്ര മന്ത്രാലയങ്ങളും അവയുടെ വകുപ്പുകളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ശേഷം നടക്കുന്ന അനുസരണ അവലോകനത്തിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഉയർന്ന പിഴ ചുമത്തുമെന്ന് വികലാംഗ ചീഫ് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിഴത്തുക വികലാംഗർക്കുള്ള ദേശീയ ഫണ്ടിൽ നിക്ഷേപിക്കാൻ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നിയമം അനുശാസിക്കുന്ന ആക്സസ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ എല്ലാ മന്ത്രാലയങ്ങളിൽ നിന്നും CCPD ആവശ്യപ്പെടുന്നു. കൂടാതെ ആക്സസ് ഓഡിറ്റർമാരെ നിയമിച്ചിട്ടുണ്ടോ എന്ന് അറിയിക്കാനും ആഗ്രഹിച്ചിരുന്നു. വെബ്സൈറ്റുകൾ, പോർട്ടലുകൾ, ആപ്പുകൾ എന്നിവ അന്തർബദിരർ എന്നിവരെ ഓൺലൈൻ മോഡ് ആക്സസ് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവേശനക്ഷമതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായിട്ട് 20 സ്ഥാപനങ്ങൾ മാത്രമേ ആക്സസ് ഓഡിറ്ററെ നിയമിച്ചിട്ടുള്ളൂ എന്നും ജില്ലാ കോടതി എല്ലാ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങളുടെ സിഇഒമാർക്കും അയച്ച കത്തിൽ കാണിക്കുന്നുണ്ട്. 6 സ്ഥാപനങ്ങൾ മാത്രമേ ആക്സസ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വിദേശകാര്യ മന്ത്രാലയം, ടാറ്റ ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, നാഷണൽ ഡിപ്പോസിറ്റി ലിമിറ്റഡ്, ഫ്ലെക്സി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, യാത്ര ഓൺലൈൻ ലിമിറ്റഡ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തൊഴിൽ, പരിസ്ഥിതി, വനം, നഗരകാര്യം, വാർത്താവിനിമയം, പ്രക്ഷേപണം, വടക്കു കിഴക്കൻ മേഖലാ വികസനം എന്നീ മന്ത്രാലയങ്ങളും ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യ വകുപ്പും റിസർവ് ബാങ്കിന്റെ ആശയവിനിമയ വകുപ്പും ആക്സസ് ഓഡിറ്റർമാരെ നിയമിച്ചവരിൽ ഉൾപ്പെടുന്നു. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം, ആരോഗ്യം, കൃഷി, റെയിൽവേ, റോഡ്, ഗതാഗതം, ഹൈവേകൾ, ആശയവിനിമയം, വാണിജ്യം, വ്യവസായങ്ങൾ, ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, സ്ത്രീ ശിശു വികസനം, ഗ്രാമവികസനം, ഗോത്രകാര്യങ്ങൾ, നീതി ആയോഗ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ തുടങ്ങിയ മന്ത്രാലയങ്ങളിലെ വിവിധ വകുപ്പുകൾ CCPDയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 7-ന് നടന്ന മുൻ ഹിയറിംഗിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ അവലോകനം ജനുവരി 28-ന് നടന്നതായിട്ടും കോടതി തന്റെ കമ്മ്യൂണിക്കേഷനിൽ എടുത്തു കാണിക്കുന്നു. അനുസരണ നിലവാരത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി ആക്സസ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനോ കുറഞ്ഞത് ഒരു ആക്സസ് ഓഡിറ്ററെ നിയമിക്കുന്നതിനോ ഫെബ്രുവരി 5-ന് വരെ സമയം അനുവദിച്ചു. വിശദാംശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 12 വരെ നീട്ടി. ജോലിക്ക് സജ്ജരായ വിദഗ്ധരെ കണ്ടെത്താൻ കഴിയാത്തവർക്ക് പട്ടികയിൽ നിന്നും എംപാനൽ ചെയ്ത ഓഡിറ്റർമാരെ നിയമിക്കാൻ കഴിയുന്നതിനായിട്ട് വികലാംഗ ശാക്തീകരണ വകുപ്പ് ഫെബ്രുവരിയിൽ എംപാനൽ ചെയ്ത ഓഡിറ്റർമാരുടെ പട്ടിക പുറത്തിറക്കിയിരുന്നുവെന്നും അറിയുന്നു. എന്നിരുന്നാലും മിക്ക സ്ഥാപനങ്ങളും ഇപ്പോഴും നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്ന് അവലോകനം കാണിക്കുന്നു.